ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ തിരിച്ചു വന്ന ആ പ്രോപ്പർട്ടി വിൽക്കാൻ തന്നെയാ തീരുമാനം. അത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെന്തായാലും നന്നായി. പക്ഷേ അത് വിറ്റ് കിട്ടുന്ന പണം മോൾക്ക് തരാൻ പറ്റില്ല. പിന്നെ അമ്മ ആദ്യം പോയി കാര്യം എന്താണെന്ന് ചോദിക്ക. എന്നിട്ടല്ലേ എന്റെ മുന്നിൽ സംസാരിക്കാത്തത് എന്താണെന്ന് അറിയാൻ പറ്റൂ. ചെല്ലമ്മേ, അവളെ വിഷമിപ്പിക്കണ്ട. പോട്ടെ മോളെ, അമ്മയ്ക്കില്ലാത്ത വേർതിരിവ് അമ്മയുടെ മക്കൾക്കുണ്ട്. അതിലൊന്നും കാര്യമില്ലമ്മേ. കുടുംബാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അമ്മയെല്ലാത്തിനും എന്നെ ന്യായീകരിക്കുന്നത് കാണുമ്പോ അവക്ക് ദേഷ്യം വരുന്നതാ. അമ്മ പോയിട്ട് വാ. മനു ആകെ ടെൻഷനില്ല. മനു വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഇക്കാര്യത്തിലിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ മോളെ? ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് മനു അറിഞ്ഞില്ലേ? അപ്പൊ പിന്നെ അത് തീർക്കാൻ മനുവിനല്ലേ പറ്റുമോളെ? മനുവിനെ കൊണ്ട് പറ്റാവുന്ന അത്ര മനു ശ്രമിച്ചു. ഒരാളും നന്മയ്ക്ക് കൂട്ടി നിൽക്കില്ല. ഒറ്റപ്പെടുത്താനും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും ഒക്കെ നീക്കം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അമ്മയ്ക്ക് അറിയാലോ, ആ കുറ്റം മുഴുവൻ എന്റെ തലയിലേക്കായിരിക്കും വരിക. മനുവിന്റെ അമ്മ സാധാരണ നിലയിലായിരിക്കില്ല പിന്നെ പെരുമാറുക. അച്ഛൻ പെട്ടെന്ന് വരും. അച്ഛൻ വന്ന ഒരുപക്ഷെ അച്ഛൻ വേറെ ഏതെങ്കിലും രീതിയില് അത് പറയാൻ തന്നെ ഞാൻ വന്നത്. ഒരു പക്ഷെ അച്ഛൻ വിചാരിച്ച ഇതിന് പരിഹാരം ഉണ്ടാവും. അച്ഛൻ വിചാരിച്ച നടക്കും. എങ്ങനെ? മനുവിന്റെ മുമ്പില് ഇപ്പോൾ ആകെ ഒരു മാർഗം ഫണ്ട് വിനിയോഗത്തിൽ വന്ന ക്രമക്കേട് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാ. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ക്രമക്കേട് നടന്ന തുക തിരികെ വെക്കുവാണെങ്കിൽ മനുവിന്റെ ജോലിക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛനോട് അമ്മയൊന്ന് സംസാരിച്ചാ മതി. മോളെ, നീ എന്തേ പറയുന്നേ? അച്ഛൻ ഈ ലക്ഷങ്ങൾ മുഴുവൻ എവിടെ നിന്നെടുത്ത് തരാനാ? നമ്മുടെ ഗതികേട് പറഞ്ഞ് എനിക്ക് ശ്രീധനായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. ചോദിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോദിച്ചു പോകുന്നതാ. മോളെ, ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷെ തരാൻ പാലക്കാടുള്ള നമ്മുടെ വീടില്ലേ, അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ വരുമ്പോ ആ പറമ്പും വീടും വിൽക്കാൻ പറയണം. 1 മാസത്തിനുള്ളിൽ തുക കെട്ടിവെച്ചാ മതി. അതിനുള്ള പണം എന്തായാലും ആ പ്രോപ്പർട്ടിന്ന് കിട്ടും. പ്രോപ്പർട്ടി അതങ്ങനെ അവിടെ കിടന്നിട്ട് എന്താ കാര്യം അമ്മേ? എനിക്കൊരു ഉപകാരമാവുമല്ലോ. എന്റെ ജീവിതം നശിക്കാതിരിക്കാൻ അമ്മ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഞാൻ സ്ഥിരം ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. നാടാ നല്ലത്. എന്നാലും പാലക്കാടുള്ള സ്ഥലം നമുക്ക് അങ്ങ് വിൽക്കാം. സിറ്റിയിലെ സ്ഥലത്തിന് നല്ല വിലയൊക്കെ കിട്ടും. പക്ഷെ അവിടുത്തെ സ്ഥലം കൊടുത്താൽ നമുക്ക് ഈ കടം തീരില്ലേ? അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് കൊടുത്താ പിന്നെ എങ്ങനെയാ? അല്ല പിന്നെ അത് നമ്മുടെ ശരവണനല്ലേ പോണേ? ശരവണ ശരവണ
ശരവണ അമ്മ ഈ ശരവണൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? അവനൊന്ന് നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ല ശരവണൻ ഇതുവരെ സൈക്കിളിൽ കണ്ടിട്ടേ ഇല്ല. സ്കൂട്ടർ കിട്ടാത്തോണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും കാര്യത്തിന് വാടകയ്ക്ക് എടുത്തായിരിക്കും. എന്നാൽ അവൻ എങ്ങോട്ട് പോണ്? വാ എന്തായാലും. അമ്മ എന്താ ഒന്നും പറയാത്തെ? മോള് പറഞ്ഞ ആവശ്യം ഗൗരവമുള്ളതാ. അച്ഛൻ തിരിച്ചു വന്ന ആ പ്രോപ്പർട്ടി വിൽക്കാൻ തന്നെയാ തീരുമാനം. അത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെന്തായാലും നന്നായി. പക്ഷേ അത് വിറ്റ് കിട്ടുന്ന പണം മോൾക്ക് തരാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മോൾക്കറിയാലോ. ഹരി ആകെ പ്രതിസന്ധിയിലാ. ഹരിയുടെ കമ്പനിക്ക് വേണ്ടി എടുത്ത ലോണ് വല്ലാത്തൊരവസ്ഥയിലാ. മോളുടെ ഏട്ടന്റെ സ്വഭാവം അറിയാലോ. എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാനുള്ള തീരുമാനത്തിലാ. പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പണം ഹരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഞാനാണോ ഹരിയാണോ വലുത്? ഇപ്പോ വലിപ്പച്ചെറുപ്പം നോക്കലല്ല കാര്യം. ഈ രണ്ട് കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഹരിയുടെ പ്രശ്നങ്ങൾ തീർത്തേ പറ്റൂ. വാക്ക് കൊടുത്തതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റില്ല. എങ്ങനെയാ അമ്മയ്ക്ക് ഇതെന്നോട് പറയാൻ തോന്നേ? ഞാനൊരു ജീവിതം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. എനിക്ക് എന്തിനാ വന്നത്? അവിടെ നിന്നിട്ട് നിപ്പ് ഉറക്കുന്നില്ല അല്ലേ? അല്ല, നിങ്ങള് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ. സംസാരിച്ചോണ്ടിരിക്കുക. എന്തായാലും വന്നല്ലോ. നിത്യേച്ചിയും കൂടി കേട്ടോ. മനുവിനൊരു പ്രശ്നം ഉണ്ടായിട്ടേ അതിൽ നിന്നും മനുവിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു സഹായം ചോദിക്കാനാ ഞാൻ ഇവിടെ വന്നത്. അപ്പോ അമ്മയ്ക്കത് പറ്റില്ല. പാലക്കാട് കിടക്കുന്ന പ്രോപ്പർട്ടി വിറ്റ് ഹരിയെ സഹായിക്കണമെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണല്ലോ. എന്നെക്കാളും എന്റെ ഏട്ടനേക്കാളും ഒക്കെ പ്രാധാന്യം ഇവിടെ നിത്യേച്ചിക്കാണല്ലോ. നിത്യേച്ചിയുടെ കാര്യങ്ങൾ നടന്നിട്ടല്ലേ ബാക്കി ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ജ്യോതി, നീ ആവശ്യമില്ലാത്തത് സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും.